സല്ലല്ലാഹു അലൈഹി നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ലോകാവസാനത്ത് പുറപ്പെടുന്ന നാശകാരികളാണ് യഅജൂജ് മഅജൂജ്. അവർ ദജ്ജാലിനെ പോലെ തന്നെ ലോകത്ത് കടുത്ത നാശം വിതക്കുന്നവരാണ്. ജനങ്ങളെ ദ്രോഹിക്കും, ജനങ്ങളുടെ ഭക്ഷ്യസാധനങ്ങൾ തിന്നു നശിപ്പിക്കും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ടവരാണവർ. അവരെ ദുൽഖർനൈൻ രാജാവ് ശക്തമായ മതിലിനപ്പുറം തടഞ്ഞു വച്ചിരിക്കുകയാണ്. ലോകാവസാനമാകുമ്പോൾ, അവരുടെ ഊഴമെടുക്കുമ്പോൾ അവർ രംഗപ്രവേശനം ചെയ്യുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ ആ ഒരു രംഗം വിവരിച്ചത് ഇപ്രകാരമാണ്: ഹത്താ ഇദാ ഫുതിഹത് യഅജൂജ് വമഅജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. യഅജൂജ് മഅജൂജിനെ തുറന്നുവിടപ്പെട്ടാൽ അവർ എല്ലാ പർവ്വതത്തിന്റെ വഴികളിലൂടെ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ്. യഅജൂജ് മഅജൂജ് എത്ര കണ്ട് ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുമെന്ന് വെച്ചാൽ ജനങ്ങളുടെ വെള്ളവും ഭക്ഷ്യവസ്തുക്കളും അവർ നശിപ്പിക്കുന്നതാണ്. അവരിൽപ്പെട്ട കുറഞ്ഞ ആളുകൾ തന്നെ ഒരു തടാകത്തിലെ മുഴുവൻ വെള്ളവും കുടിച്ചു വറ്റിക്കും. അത്ര കണ്ട് നാശകാരികൾ. ഒടുവിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അന്നത്തെ വിശ്വാസികളും തൂരി സീന പർവ്വതത്തിൽ അഭയം പ്രാപിക്കുന്നതാണ്. അവർ കുടിച്ചു വറ്റിക്കുന്ന നദി ഇന്നും നമുക്ക് ചരിത്രത്തിലൂടെ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് നമുക്ക് ആ നദിയെ നേരിട്ട് കാണാൻ കഴിയും. അത് ബുഹൈരിയ തൊബരിയയാണ്, അതായത് തൊബരിയ തടാകം. എവിടെയാണ് തൊബരിയ തടാകം? ഒരു കാലത്ത് ഫലസ്തീനിന്റെ പ്രദേശമായിരുന്നു അത്. അവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇന്ന് ഇസ്രായേൽ ഭൂമി കയ്യേറി അവരുടെ പ്രവിശ്യയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേലിന്റെ വടക്ക് കിഴക്കൻ പ്രദേശത്താണ്. ഏകദേശം സിറിയയുടെ അതിർത്തിക്ക് സമീപമാണ് ആ തടാകം സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ആഴം 49 മീറ്ററാണ്, നീളം 21 കിലോമീറ്റർ, അതുപോലെ വീതിയാകട്ടെ 5 മുതൽ 13 കിലോമീറ്റർ വരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അതിനെ സംബന്ധിച്ച് പറയുന്നു: വയബഅസുല്ലാഹു യഅജൂജ വമഅജൂജ്. യഅജൂജ് മഅജൂജിനെ അല്ലാഹു നിയോഗിക്കും. അങ്ങനെ അവരുടെ മുൻഗാമികളിൽ, അതായത് ആ യഅജൂജ് മഅജൂജിന്റെ ആദ്യ സഫുകളിലുള്ളവർ ബുഹൈരിയ തൊബരിയയിൽ കൂടി, അതായത് തൊബരിയ തടാകത്തിലൂടെ നടന്നു പോകും. ഫയശ്റബൂന മാ ഫീഹാ, അതിലുള്ള മുഴുവൻ വെള്ളവും കുടിച്ചു വറ്റിക്കുന്നതാണ്. അങ്ങനെ അവരിൽ അവസാനത്തെ സംഘമെത്തുമ്പോൾ അവർ പറയും: ലഖദ് കാന ബിഹാദിഹി മറത്തൻ മാഉൻ. ഇതിൽ മുമ്പ് വെള്ളമുണ്ടായിരുന്നല്ലോ. അതായത് ആ രൂപത്തിൽ ഒരു തുള്ളി വെള്ളം പോലും അവശേഷിക്കാതെ അവരിലെ ആദ്യ സംഘം കുടിച്ചു വറ്റിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ഓരോ അടയാളങ്ങൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു. അതിനെ താമസിയാതെ തന്നെ ജനങ്ങൾ കണ്ടറിയും, സാക്ഷ്യം വഹിക്കുന്നതാണ്. അല്ലാഹു തആല ലോകാവസാനത്തിന്റെ കെടുതികളിൽ നിന്ന്, ഷർറുകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ സലാമത്തായുള്ള മരണം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസിയിദ് ദുനിയ വഅദാബിൽ ആഖിറ. آمين برحمتك يا أرحم الراحمين. صلى الله على محمد.